പശ്ചിമേഷ്യ വീണ്ടും വിറപ്പിച്ചിരിക്കുകയാണ് ഈ ട്രംപ്. മാത്രമല്ല, യുദ്ധം ഇനി വീണ്ടും തുടങ്ങുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് ഈ ഗൾഫ് മേഖലയുള്ളത്. വേറൊന്നുമല്ല, ഇറാന്റെ മാപ്പിന് മേൽ US-ന്റെ ഒരു പതാക ഉള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിന് വധഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ രീതിയിലാണ്. അനങ്ങാനോ തിരിയാനോ ഒന്നും കഴിയാത്ത വിധത്തിലായിരുന്നു ട്രംപിന്റെ കാര്യങ്ങൾ. മാത്രമല്ല, സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും ട്രംപിന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വീണ്ടും ഇതാ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ രീതികൾ. ഈ ഒരു പോസ്റ്റ് പശ്ചിമേഷ്യയുടെ തലവര മാറ്റി വരയ്ക്കുമോ എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് സൗദിയും ഖത്തറും പറഞ്ഞതിന് ശേഷം യുദ്ധത്തിൽ പിന്മാറിയ ട്രംപിനെയാണ് കാണാൻ സാധിച്ചത്. വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ വരുന്നത്. എന്തായാലും ഈ ഇറാന്റെ മാപ്പിന്മേൽ US-ന്റെ പതാക കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റ് വീണ്ടും ഒരു യുദ്ധ സാഹചര്യം തുടരാൻ ഉദ്ദേശിക്കുന്നതാണോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, അങ്ങനെ തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വീണ്ടും പ്രഹരം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ചില റിപ്പോർട്ടുകൾ, അതായത് അവിടുത്തെ കോൺഗ്രസ് പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു യുദ്ധത്തിൽ ഫെബ്രുവരി 28-ന് ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് 42 യുദ്ധവിമാനങ്ങളാണ്. അതായത് ഈ യുദ്ധം അനാവശ്യമായിട്ട് തുടങ്ങുന്നു, യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്നില്ല. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു, എന്നിട്ട് ഇറാനെ പിടിച്ചെടുക്കാൻ എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഇന്ന് വരെ അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, സൈനികർ കുറയുന്നു, അതുപോലെ തന്നെ സാമ്പത്തികമില്ല, മറ്റു രാജ്യങ്ങൾ കൈയൊഴിയുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ട്രംപിൻ്റെത്. മാത്രമല്ല, സ്വന്തം മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോലും കഴിയാതെ അത്രയും അടിയന്തരമായിട്ട് അവിടുന്ന് പിന്മാറിക്കൊണ്ട് ഓടി ഒളിക്കുന്ന ട്രംപിനെയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഗൾഫ് മേഖലയുടെയൊക്കെ മേളിൽ പഴി ചാരുന്നതിനപ്പുറം, അതായത് അവർ പറയുന്നത് കൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പക്കൽ യാതൊരു തരത്തിലുള്ള ആയുധങ്ങളും ഇല്ല എന്നുള്ളൊരു സത്യം. അതായത് ഈ ഒരു ആക്രമണം തുടങ്ങണം, എല്ലായിടത്തും സൈനികരെ വിന്യസിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു എങ്കിൽ പോലും നമ്മൾ എന്താണ് കാണുന്നത്? ഈ ആക്രമണം ഇപ്പോൾ തുടങ്ങും, നാളെ തുടങ്ങും, ഈ മണിക്കൂറിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അവസാന ചില മിനിറ്റുകൾ വരെ ഈ ട്രംപ് കാത്തിരിക്കും. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്താണ്, അല്ലെങ്കിൽ ഇറാൻ എന്ത് പറയും എന്നുള്ളത് നോക്കിക്കാണുവാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കും. എന്നാൽ ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്, അവർ ആദ്യം തൊട്ടേ, ഈ യുദ്ധം തുടങ്ങിയത് തൊട്ടേ പറഞ്ഞതാണ്, ഇതൊരു അനാവശ്യ യുദ്ധമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് മേൽ ഇങ്ങനെ അമിതമായിട്ട് സമ്മർദ്ദം ചെലുത്താൻ പാടില്ല, ഞങ്ങൾ ഈ ഒരു യുദ്ധത്തിനില്ല, പക്ഷേ ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മൊത്തത്തിൽ നശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ നടന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. എന്തിനേറെ പറയുന്നു, ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ടോൾ പിരിവ് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ നെതന്യാഹുവിന്റെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് അവിടെ ഒരു ബിൽ പാസ്സാക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വധിക്കാൻ വേണ്ടിയിട്ട് $50 മില്യൺ അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ പിന്മാറണമെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ പറ്റൂ, അല്ലാത്ത പക്ഷം ഇറാന്റെ നീക്കങ്ങൾ ഇങ്ങനെയായിരിക്കും. അതായത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അത്രയേറെ പ്രഹരമാണ് ട്രംപിന് കിട്ടിയിട്ടുള്ളത്. അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തേക്ക് ഒരടി വെക്കാൻ പോലും ട്രംപിന് കഴിയുന്നില്ല. ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതായത് ഇറാന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ആ ഒരു, അതായത് മകൾ ഇവാങ്കയ്ക്കെതിരെ ഈ പറയുന്ന വധഭീഷണി, ഇവാങ്ക താമസിക്കുന്ന സ്ഥലം, ഇവാങ്ക സഞ്ചരിക്കുന്ന കാറ്, ഇവാങ്ക എവിടെ പോകുന്നു വരുന്നു എന്നതെല്ലാം മാസങ്ങളോളം കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ മകളെ വധിക്കാനുള്ള നീക്കത്തിലേക്ക്, അതായത് ട്രംപിന്റെ മകളെ വധിക്കാനുള്ള നീക്കത്തിലേക്ക് ഇറാൻ പോയിരിക്കുകയാണ്. അതായത് ഇറാൻ ഒറ്റ കാരണമാണ്, അവരുടെ പ്രതികാരമാണ്. അവരുടെ നേതാക്കളെ കൊന്നു, അവരുടെ കുട്ടികളെ കൊന്നു, അതിൻ്റെ പ്രതികാരമായിട്ട് ഈ ഒരു കാര്യം അവർ
ചെയ്യാൻ ഒരുങ്ങുമ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം എത്രത്തോളമാണ് എന്നുള്ളതും കൂടി നമുക്കിവിടെ നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് യുദ്ധം നിർത്തുന്നു, വെടിനിർത്തൽ വരുന്നു, സമാധാന ചർച്ചകൾ നടത്തുന്നു, പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നു, ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ പല രാജ്യങ്ങളും അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിർത്തും, അല്ലെങ്കിൽ അത് വീണ്ടും തുടങ്ങും, അത് ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ടായിരുന്നു ഹോർമുസ് കടലിടുക്കിന്റെ നിർണായക നീക്കം നടക്കുന്നത്. അതായത് എവിടെയാണ് ലോകരാജ്യങ്ങൾക്ക് ഈ ഒരു യുദ്ധത്തിന്റെ ആഘാതം മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും പല രാജ്യങ്ങളുടെയും സ്രോതസ്, അതായത് സാമ്പത്തിക സ്രോതസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണ ആവട്ടെ, അവരുടെ പല കാര്യങ്ങളും, അവശ്യ സാധനങ്ങൾ, ഫുഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കുടുങ്ങിക്കിടന്നപ്പോൾ മനസ്സിലായി അവിടെ എത്രത്തോളം അത് ബാധിച്ചു എന്നുള്ളത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം. ഈ യുദ്ധം അതിന്റെ ഏറ്റവും അങ്ങേയറ്റം എത്തി നിൽക്കുമ്പോൾ, അതായത് ഈ ട്രംപിനെ ഏത് നിമിഷവും വധിക്കാമെന്ന നിലയിലെത്തുമ്പോൾ മറ്റൊരു കാര്യം വളരെ നിർണായകമാണ്. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിൽ ഉണ്ടായിട്ടുള്ള കടുത്ത തടസ്സങ്ങളെ തുടർന്ന് 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായിട്ടുള്ള ഒരു ആഗോള മാന്ദ്യത്തിന്റെ നിഴലിലാണ് ലോക സമ്പദ് വ്യവസ്ഥ എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ ദീർഘകാല അടച്ചുപൂട്ടലാണ് ഈ ഒരു തകർച്ചയ്ക്ക് പ്രധാന കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. പ്രമുഖ ആഗോള ഊർജ്ജ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള റാപ്പിഡർ എനർജി ഗ്രൂപ്പിന്റെ പുതിയ വിശകലന പ്രകാരം ഈ ഒരു ഉപരോധം വരാനിരിക്കുന്ന ഓഗസ്റ്റ് മാസം വരെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതം ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു യുദ്ധം ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. ആ ഒരു സമയം തൊട്ടാണ് കടലിടുക്ക് അവിടെ അടയ്ക്കപ്പെട്ടത്. ഇതോടെ ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന് 1/5 പെട്ടെന്ന് തന്നെ നിശ്ചലമായത്. ഇങ്ങനെ ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും ഭാഗികമായിട്ട് തുറന്നിട്ടുണ്ട് എങ്കിലും കടുത്ത പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $130 ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ഇത് അടച്ചുപൂട്ടാൻ ഓഗസ്റ്റ് വരെ നീളുകയാണെങ്കിൽ വിപണിയിൽ പ്രതിദിനം 6 ദശലക്ഷം ബാരലിന്റെ ഭീമമായിട്ടുള്ള വിതരണക്കുറവുണ്ടാകും. ഇത്തരം ഒരു സാഹചര്യം എണ്ണ വില ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാരലിന് $200 വരെ ഉയരാൻ കാരണമാകും ാണ് വുഡ് മക്കഡേയിലെ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഒരു ഊർജ പ്രതിസന്ധിയുടെ മാക്രോ ഇക്കണോമിക് പ്രത്യാഘാതങ്ങൾ കേവലം ഇന്ധന വിലയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് കടുത്ത പണപ്പെരുപ്പത്തിലൂടെ ആഗോള സാമ്പത്തിക ഭദ്രതയെ തന്നെ ഇത് അപകടത്തിലാക്കുമെന്നുള്ളതാണ്. ഇന്ധന ചെലവ് കുത്തനെ ഉയർന്നത് ആഗോളതലത്തിൽ ഉൽപാദന ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ഇത് നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ ഉയർത്തിപ്പിടിക്കാൻ സെൻട്രൽ ബാങ്കുകളെ നിർബന്ധിതരാക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ത്യയെ പോലെ ഇന്ധന ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഈ ഒരു പ്രതിസന്ധി ആഭ്യന്തര വിലക്കയറ്റത്തിനും ധനക്കമ്മിക്കും ദ്രാവീകൃത പ്രകൃതിവാതകം, രാസവളങ്ങൾ തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങളുടെ കടുത്ത ക്ഷാമത്തിനും നേരിട്ട് കാരണമാകും. ഈ ഒരു സമുദ്രപാത ജൂലൈയിൽ വീണ്ടും തുറക്കുമെന്നാണ് തങ്ങൾ കണക്കാക്കുന്നത് എന്ന് കമ്പനി പറയുന്നുണ്ട്. ഇത് പ്രതിദിന ആവശ്യ ശരാശരി 2.6 ദശലക്ഷം ബാരലായിട്ട് കുറയ്ക്കുകയും വേനൽക്കാലത്തോടെ അന്താരാഷ്ട്ര വിപണിയിലെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന് $130 വരെ ഉയർത്തുകയും ചെയ്യുമെന്നുള്ള സൂചനകൾ ഇരിക്കെയാണ് ഈ ഒരു റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അങ്ങനെ ആകെ മൊത്തത്തിൽ ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. ഇനി ഈ ഒരു വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതശൈലിയെ പൂർണ്ണമായിട്ടും ബാധിക്കും, പ്രവാസികളെ ബാധിക്കും. നമുക്കറിയാം, പ്രവാസികളടക്കം നിരവധി പേരാണ് ഗൾഫ് മേഖലയിലുള്ളത്. അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് രീതിയിലാണ് അവർ അവിടെ നിൽക്കുന്നത്. അപ്പം അത്തരം രീതിയിൽ അവിടെ, അതായത് ഒരു ജോലിയോ അല്ലെങ്കിൽ പഠനവുമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാവും. ഒരുപക്ഷെ യുദ്ധം അതികഠിനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരുടെയും ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരേണ്ട അവസ്ഥയാകും. അങ്ങനെ ഈ ഒരു യുദ്ധത്തിന്റെ കാഠിന്യം വളരെ കൂടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് വില പറഞ്ഞപ്പോൾ തൊട്ട്, അതായത് ആ ഒരു നിമിഷം തൊട്ട് ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഭൂലോകം മൊത്തത്തിൽ കാണുകയാണ്. ഇറാൻ എത്രത്തോളമാണ് അവരുടെ രാജ്യത്തിരിക്കുന്നത്, എത്രത്തോളമാണ് നുഴഞ്ഞു കയറുന്നത്, അവരുടെ സൈബർ എത്രത്തോളമാണ് അതായത് നിലകൊള്ളുന്നത്, എത്രത്തോളം അത് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ ഇറാൻ ഇന്ന് മുന്നിലാണ്. ഇനി എന്തിനാണ്
എന്തിനേറെ പറയുന്നു, അവരുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ സൈനികരായിട്ട് വരാം, ഞങ്ങൾക്ക് മരണത്തിൽ ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അത് മാത്രമല്ല, ഇറാൻ പറയുന്ന കാര്യം എന്താണ്, ഒരു 10 വർഷത്തേക്ക് ഇനി യുദ്ധം ചെയ്യാൻ പോലും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയുമ്പോൾ അവരുടെ മിസൈൽ സിറ്റി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. കാരണം മിസൈൽ സിറ്റിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും ഉണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അത് വീണ്ടും അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുകയാണ്. എന്തായാലും അമേരിക്ക എടുത്തു ചാടി ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നാശത്തിലേക്കായിരിക്കും പിന്നീട് പോകുക. അത് അമേരിക്കയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അമേരിക്ക അങ്ങേയറ്റം പരാജയപ്പെട്ടു പോകും. ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയുടെ തലവര മാറും. ഈ ഒരു യുദ്ധം ഇനി അമേരിക്ക ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. എന്തായാലും നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ട്രംപ് എന്ത് തീരുമാനമായിരിക്കും നടത്തുക എന്നതും കൂടി നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്തായാലും ആ ഒരു യുദ്ധത്തിന് ഇനി അമേരിക്കയിൽ നിന്ന് ട്രംപ് മുതിരുമോ എന്നുള്ളതാണ്.